പ്രസംഗമായാലും സെമിനാറിലെ പ്രഭാഷണമായാലും ഒക്കെ ജനങ്ങളുടെ കരണപ്രതികരണങ്ങളിലൂടെ മാത്രമേ ഒരു പ്രഭാഷകനോ പ്രാസംഗികനോ അത് കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. നമ്മൾ എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ചിരിക്കുകയും അവരുടെ തൊണ്ടയിടറുകയും അറിയാതെ അവരുടെ കണ്ണ് നനയുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രാസംഗികനും ഒരു പ്രഭാഷണം പൂർണ്ണനാകുന്നുള്ളൂ. ഇവിടെ ആധുനിക ശാസ്ത്രത്തെയും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് നിങ്ങളെ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസവും ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇത് എത്ര നേരം പ്രസംഗിക്കണം, എങ്ങനെ നിർത്തണം, എവിടെ ആരംഭിക്കണം എന്ന വിഷയവും വളരെ ഗൗരവമാണ്. ഒരു വെബ് സെമിനാറിനെ പോലെയുള്ള ഒരു സെമിനാറിൽ മാക്സിമം ഒരു അരമണിക്കൂർ നേരമേ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. ഈ വിഷയമാണെങ്കിൽ 2-3 ദിവസം എടുത്ത് സംസാരിച്ചാൽ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതും വൈജ്ഞാനിക പ്രാഗൽഭ്യമുള്ളവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. അരമണിക്കൂർ നേരത്തിനുള്ളിൽ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരുപാട് നേരം പോകുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികം വേരോട്ടമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ എന്റെ വർത്തമാനകാല പ്രവർത്തനങ്ങളിലോ അല്ല ഞാൻ പറഞ്ഞത്. വല്ലാത്ത തരത്തിൽ പിന്തിരിപ്പന്മാർക്ക് അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു മലപ്പുറം ജില്ല. എന്നാൽ ആ വർഗീയതയുടെ ഉള്ളിലും 1921 നടന്ന മലബാർ കലാപം എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരുപാട് പോരാളികൾ നടത്തിയ അബ്ദുൽ റഹ്മാൻ സാഹിബും കുന്നനും അതേമാതിരി ലവക്കുട്ടിയും ആലി മുസ്ലിയാരും എല്ലാം ചേർന്ന് നടത്തിയ വലിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു നാടുകൂടിയാണ് ഈ നാട് എന്ന് നമുക്കറിയാം. എങ്കിലും ആ പ്രദേശം എന്ന് പറയുന്നത് വർഗീയവാദികളുടെ കേന്ദ്രങ്ങളായി പിന്നീട് മാറുകയാണ് ചെയ്തത്. ആ വർഗീയതയുടെ ആളിപ്പടലിനിടയിൽ അധ്യാപക പ്രസ്ഥാനവും അതേമാതിരി തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയൊരു വിഭാഗമാണ് അധ്യാപക വിഭാഗം എന്നെല്ലാവർക്കും അറിയാം. കയ്യൂർ സമരത്തെ കുറിച്ച് എഴുതുന്ന നിരഞ്ജനയുടെ കയ്യൂർ സമരചരിത്രം അല്ലെങ്കിൽ ചിരസ്മരണ എന്ന് പറയുന്ന പുസ്തകത്തിൽ അപ്പുവിനെയും ചിരുകണ്ഠനെയും കുഞ്ഞമ്പു നായരെയും അബൂബക്കറെയും എല്ലാം വിവരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരുടെ കർട്ടന്റെ പുറകിൽ അവരുടെ കരുത്തായി ഒരു അധ്യാപകൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണാൻ കഴിയും. ഒരു അധ്യാപക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും അത് തന്നെയാണ്. അന്ധകാര നിബിഡമായ ഒരു പ്രദേശങ്ങളിലേക്ക് വൈജ്ഞാനികതയുടെ രജതരശ്മികൾ എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിജ്ഞാനത്തെ എത്തിക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ചുമതല എന്ന് പറയുന്നത്. ആ ചുമതല നിർവഹണത്തിൽ വലിയ പങ്ക് നിർവഹിക്കുകയും അതിന്റെ ഭാഗമായി ഇതിന്റെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ ശക്തിപ്പെടുവാനും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയുടെ KSTA ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. KSTA എന്ന് പറയുന്ന പ്രസ്ഥാനം നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ 1,00,000-ലധികം വരുന്ന മെമ്പർമാരുള്ള പ്രസ്ഥാനമാണ്. അത് വളർന്നതും വികസിച്ചതും ഏതെങ്കിലും ഭരണത്തിന്റെ ഒരു തറയിൽ ഇരുന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ ഭരണവിലാസ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുമല്ല. പകരം പൊരുതിയും വീണ്ടും പൊരുതിയും മുന്നേറിയുമാണ് KSTA പോലെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നു വന്നത്. KSTA മാത്രമല്ല, യുവജന പ്രസ്ഥാനങ്ങളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം വളർന്നു വരുന്ന എങ്ങനെയാണ്? സമരത്തിനോടൊപ്പം തന്നെ മരണത്തെയും കൊണ്ട് നടന്ന പ്രസ്ഥാനങ്ങളാണ് ഇതെല്ലാം. സമരം എന്ന വാക്കിന്റെ അർത്ഥം വെറും സമരം മാത്രമായിരുന്നില്ല ഭൂതകാലത്ത്. അതുകൊണ്ട് ഭൂതകാലത്ത് സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഒക്കത്ത് ഒരു മരണവും ഉണ്ടായിരുന്നു. ആ മരണം അനുഭവിച്ചവരാണ് കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിൽ നടന്ന എല്ലാ വിപ്ലവ സമരങ്ങളുടെയും ഇടയിൽ ആ സമരങ്ങളോടൊപ്പം മരണമുണ്ടായിരുന്നു. പുനപ്രവയലാറിൽ ആ പ്രക്ഷോഭണം നടക്കുന്ന കാലത്ത് 46 തുലാം 10-ാം നാളിൽ അവസാനത്തെ വെടിവെപ്പ് തീരുന്ന സമയത്ത് അനഘാശയനെ പോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളടക്കം രക്തസാക്ഷികളാകുന്ന സമയത്ത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, അസമത്വത്തിനെതിരായി, അതൃപ്തിക്കെതിരായി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ആ സമരം എന്ന് പറഞ്ഞ് മാത്രമല്ല അവർ പോയത്, പകരം മരണവും കൊണ്ടുകൂടിയാണ്.
കേരളത്തിൽ നടന്ന എല്ലാ വിപ്ലവ സമരങ്ങളുടെയും ചരിത്രം എന്ന് പറയുന്നത് മരണത്തിന്റെ കൂടി ചരിത്രമാണ്. ഞാനൊരു മരണം പേറുന്നവനായിട്ട് പറയുന്നതല്ല, പക്ഷേ സമരവിജയം എന്ന് പറയുന്നത് മരണം കൂടി കൂടിച്ചേർന്നാണ് സമരവിജയങ്ങളെല്ലാം ലോകത്തിലുണ്ടായത്. KSTയുടെ ഫെഡറലിസവും അതേമാതിരി അതിന്റെ വർത്തമാനകാലവും ഭാവിയും എന്ന് പറയുമ്പോഴും നാം നേരിടുന്ന ഈ പ്രത്യാഘാതങ്ങളെയും അതേമാതിരി വെല്ലുവിളികളെയും നേരിടണമെങ്കിൽ കേവല സമരങ്ങൾ കൊണ്ട് മാത്രം കഴിയും എന്ന് ആരും ധരിക്കരുത്. പകരം അത്യാപത്തിന്റെ വിളംബരങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു വരുന്നത്. അത്യാപത്തിന്റെയും അപകടങ്ങളുടെയും എല്ലാം വിളംബരങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ വളർന്നു വരികയാണ്. MKRന്റെ അനുസ്മരണം നടക്കുമ്പോൾ അനുസ്മരണം എന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ എത്തിനോട്ടം കൂടിയാണ്. ഭൂതകാലത്തിലേക്ക്, അതിന്റെ മുറിപ്പാടിലേക്ക്, അതിന്റെ വിഹുലതകളിലേക്ക്, വിഷാദങ്ങളിലേക്ക്, അതിന്റെ വിപ്ലവ സ്മരണകളിലേക്ക് അത് കയറി ഇറങ്ങിയ അതിന്റെ ഗദ്ഗതങ്ങളിലേക്കുള്ള എത്തിനോട്ടമാണ് യഥാർത്ഥത്തിൽ ഈ അനുസ്മരണങ്ങളെല്ലാം. അത് 2 പതിറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ സംസ്ഥാന ട്രഷററായിരുന്ന MKRന്റെ കാര്യം മാത്രമല്ല, ഓരോ ബലികുടീരങ്ങളുടെയും മുമ്പിൽ നിന്ന് പുഷ്പാർച്ചന നടത്തുമ്പോഴും ഓരോ ബലികുടീരങ്ങളുടെ മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും പുതിയ കാല തലമുറ അത് പരിശോധിക്കുന്നത് പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്കാണ്. അതാണ് അഴകൻ ഞങ്ങളുടെ മുൻഗാമി എന്ന് വയലാർ രാമവർമ്മ പാടുന്നുണ്ട്. പട്ടാളക്കാർ ഏപ്പുകൾ കുത്തിയൊടിച്ച് ഞെരിച്ചില്ലേ, സർക്കാരിനെറി ഗൈഡുകളോട് എതിർ നിൽക്കാനെത്തിയ ഒരംഗത്തിൽ, സർക്കാരിനെ എതിർക്കാൻ വേണ്ടി വന്ന ഒരു അംഗത്തിൽ സമരത്തിൽ പട്ടാളക്കാർ ഏപ്പുകൾ കുത്തിയൊടിച്ച ആ അഴകനാണ്, അല്ലെങ്കിൽ ആ വൻകുലമരമായി നിൽക്കുന്ന അഴകനാണ് ഞങ്ങളുടെ മുൻഗാമി എന്ന് പാടിയിട്ടുണ്ട് വയലാർ രാമവർമ്മ. അപ്പൊ ഏത് അനുസ്മരണങ്ങളും ഏത് രക്തസാക്ഷി ദിനങ്ങളും എന്ന് പറയുന്നത് ഭൂതകാലത്തിലേക്കുള്ള എത്തിനോട്ടമാണ്. നാം നമ്മുടെ ഭൂതകാലത്തേക്ക് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭൂതകാലം മാത്രമല്ല നോക്കുക, വെള്ളി വെളിച്ചം പോലെ മുന്നോട്ട് പോകുന്ന എല്ലാത്തിനെയും നാം നോക്കും. ആ വെളിച്ചം പകർന്ന പുഴയെ നമ്മൾ നോക്കും, ആ വെളിച്ചം പകർന്ന പൂവിനെ നമ്മൾ നോക്കും, ആ വെളിച്ചത്തിലേക്ക് നയിച്ച മേഘാവൃതങ്ങളെ നമ്മൾ നോക്കും, മരങ്ങളെ നോക്കും, കിളികളെ നോക്കും, പാട്ടുപാടിയവരെ നോക്കും, കഥ പറഞ്ഞവരെ നോക്കും, സമരം ചെയ്തവരെ നോക്കും. നാം നോക്കുന്നത് ഈ വെളിച്ചത്തിന്റെ ഇടയിലൂടെ നടന്നു പോയവരെയാണ്. അതാണ് ഭൂതകാലത്തിന്റെ എത്തിനോട്ടം എന്ന് പറയുന്നത്. അത്തരം ഒരു ഭൂതകാലം കേരളീയന് മാത്രമല്ല, മലപ്പുറത്തുകാരന് മാത്രമല്ല, തൃശ്ശൂർക്കാരന് മാത്രമല്ല ഉള്ളത്. പകരം ആ എത്തിനോട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ എന്ന് പറയുന്നത് എത്ര ആളുകൾ എത്ര പ്രാവശ്യം എഴുതിയാലും തീരാത്ത തരത്തിലുള്ള അത്ഭുത ചരിത്രത്തിന്റെ സന്നാഹങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എത്രയോ ആയിരങ്ങളാണ് പിടഞ്ഞുവിട മരിച്ചത്. 2 നൂറ്റാണ്ട് ഭരിച്ച ബ്രിട്ടീഷുകാരനെതിരായി അവന്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട്. പാഷൻ ടാങ്ക് ഉണ്ട്, ബോംബുണ്ട്, മിഷൻ ഗണ്ണുണ്ട്, വിഭജിച്ച് ഭരിക്കാനുള്ള തന്ത്രങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ വിലയ്ക്ക് മേടിക്കാനുള്ള പണവും അഹങ്കാരവും ധനവും സമൃദ്ധിയുമുണ്ട്. അത്തരം ഒരു ബ്രിട്ടീഷുകാരനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ജാഞ്ചുല്യമാനമാർന്ന സമരങ്ങളുടെ ഒരു കേദാര ബിന്ദുക്കളുണ്ട്. ആ സമരങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. പേരറിയുന്നവരായ മഹാത്മാഗാന്ധിയും ലജപത് റായിയും അതേമാതിരി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തിലകനും ഗോഖലെയും സരോജിനി നായിഡുവും എന്ന് വേണ്ട നമ്മൾ അറിയപ്പെടുന്ന പേരുകളായിരുന്നവരല്ലാതെ പേരറിയാത്തവരായ ആളുകൾ, മരിച്ചു വീണ വഴിയോരങ്ങളിൽ ആരാണെന്നറിയാത്തവർ, തോക്കിന്റെ പാത്തിക്കടിച്ച് തല ചെതറിപ്പോയപ്പോൾ ആ ചെതറിപ്പോയ തലയുടെ ഉടമയാരാണെന്നറിയാത്തവർ, ഉപ്പു സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയുടെ പുറകെ നടന്ന് അടികൊണ്ട് വീണ് മരിച്ചവർ, ഇവരുടെ ഒന്നും ചരിത്രം നമുക്ക് പലപ്പോഴും അറിയില്ല. അറിയപ്പെടാത്തവരുടെ ചരിത്രം കൂടി അടങ്ങുന്നതാവണം ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ അറിയപ്പെടാത്തവരായി ഒരധികാരവും വേണ്ടാന്ന് വിചാരിച്ച് ഇന്ത്യയുടെ പാരതന്ത്ര്യത്തിന്റെ ചങ്ങല കെട്ടിച്ച് പൊട്ടിക്കാൻ, സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി കൊണ്ടുവരാൻ, സ്വാതന്ത്ര്യമാണ് അമൃതവും നാം തേടുന്നൊരാനന്ദവും എന്ന് ONV പാടിയ പോലെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഴ പെയ്യിക്കുവാൻ തന്റെ ജീവിതം നേതാക്കന്മാർക്ക് വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒഴിഞ്ഞു വെച്ച് മരിച്ചുപോയവർ ഇപ്പോഴും മരിച്ചോ മരിച്ചില്ലേ എന്നറിയാത്ത സുഭാഷ് ചന്ദ്രബോസുമാർ, അതേമാതിരി ഉത്തം സിംഗിനെ പോലെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെ, തോക്കിന്റെ പാത്തിക്കടിയേറ്റ് മരിച്ച ലജപത് റായിയെ പോലെ, തമിഴന്മാരെ പോലെ, ആന്ധ്രക്കാരെ പോലെ, മലയാളിയെ പോലെ, മുയ്യാരത്ത് ശങ്കരനെ പോലെ, പഴശ്ശിരാജയെ പോലെ, വേലുത്തമ്പിതളയെ പോലെ, ഇങ്ങനെ എത്രായിരങ്ങളുടെ മരണവും നിലവിളിയുടെയും ഇടയിലൂടെയാണ് നമ്മുടെ സ്വതന്ത്ര പതാക ഉയർന്നത്.
ആ സ്വാതന്ത്ര്യം നേടി നാം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഒരു പെരുമഴ സമയത്ത് ബ്രിട്ടീഷുകാരനെ പടിയിറക്കി നാം ഉയർത്തിയ ദേശീയ പതാക, ആ ദേശീയ പതാക പ്രിയപ്പെട്ടവരെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലായത് സുഭദ്രമായിരുന്നു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ഇഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന്റെ നയത്തിന് പലപ്പോഴും എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സബ് കമ്മിറ്റി രൂപീകരിച്ച് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ആ കമ്മിറ്റി പലവരുമായി സംസാരിച്ച് പല രാജ്യങ്ങളുടെ ഭരണഘടനയുമായി താരതമ്യം ചെയ്ത് ഉള്ളടക്കത്തെക്കുറിച്ച് വീണ്ടും അനലൈസ് ചെയ്ത് അങ്ങനെ 49 പൂർത്തീകരിക്കുകയും 50 ജനുവരി 26 നമ്മൾ ഇംപ്ലിമെന്റിങ് ചെയ്ത ഇതിന്റെ സാധനത്തിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന. ഫെഡറൽ പാർലമെന്ററി ഭരണഘടന, പാർലമെന്ററി സിസ്റ്റം എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. നിർവചനങ്ങളിൽ പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്ത സോഷ്യലിസം കൂടി ചേർന്നാൽ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയെ അറിയുന്നു. ലോകത്തിൽ ഉള്ളടക്കത്തിലും അതേമാതിരി തന്നെ കനത്തിലും അതേമാതിരി തന്നെ ആഴത്തിലും ഇത്രയും ഒരു വലിയ ഭരണഘടന ലോകത്തിന്റെ ഒരു രാജ്യത്തിനുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയേറെ വലിയ രാജ്യം, ചൈന കഴിഞ്ഞാൽ അത്രയേറെ ജനസംഖ്യയുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, 600,000-6,000-ലധികം പറയുന്ന ഭാഷയും 16,000-ലധികം വരുന്ന രീതികളുമുള്ള ഒരു രാജ്യം. തമിഴ് സംസാരിക്കുന്നവനും മലയാളം സംസാരിക്കുന്നവനും എല്ലാം ഓരോ രാജ്യമായി തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. തന്റെ ഭാഷയും തന്റെ ചരിത്രവും തന്റെ കുലവും തന്റെ ഗോത്രവും തന്റെ നാടും തന്റെ സന്തത പരമ്പരകളും ഭൗതിക പാശ്ചാത്തലവുമാണ് തന്റെ നാട് എന്ന് കരുതുന്ന ഒരു വലിയ നാട്. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല സംസ്കാരമുള്ളവർ, പല രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവർ, പല ദൈവങ്ങളെ ആചരിക്കുന്നവർ, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം വൈരുദ്ധ്യമുള്ളവരായ ഒരു വെവ്വേറെ നാട്ടുകാരന്റെ നാട്, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഭരതമുനിയുടെ നാടായ ഭാരതം എന്നാക്കണമെന്നും ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കളുടെ രാജ്യമായതുകൊണ്ട് ഹിന്ദുസ്ഥാൻ ആക്കണമെന്നുമുള്ള പല ചർച്ചകളുടെ ഇടയിലൂടെയാണ് നാം നമ്മുടെ നാടിനെ ഇന്ത്യ എന്ന ആ വാക്കിലേക്ക് എത്തുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ ഡോക്ടർ അംബേദ്കർ നമ്മുടെ രാജ്യത്തിനെ നയിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ അംബേദ്കറുടെ നിയന്ത്രണത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആശീർവാദത്തിലൂടെ ഉണ്ടായ ഭരണഘടനയുടെ പേരാണ് ഫെഡറൽ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അതിന്റെ നിർവചനങ്ങളിൽ അതിന്റെ പെരുമാറ്റങ്ങളിൽ എഴുതി വച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഇന്ന് എവിടെയാണ് ഈ പറയുന്ന നാലിനങ്ങൾ? ഈ രാജ്യം നിലനിൽക്കുന്നത് ജുഡീഷ്യറിയുടെ തൂണിലും ലെജിസ്ലേറ്റീവിന്റെ തൂണിലും എക്സിക്യൂട്ടീവിന്റെ തൂണിലുമാണെന്നും നാലാമതായി ഈ രാജ്യത്തിനെ സഹായിക്കാൻ വരുന്നത് പത്രവും ദൃശ്യമാധ്യമങ്ങളും അക്ഷരങ്ങളുമാണെന്നും ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ നാലും കൂടി ചേർന്നാണ് നമ്മുടെ നാടിനെ നിലനിർത്തതെന്നും മനുഷ്യാവകാശത്തിനും പൗരാവകാശത്തിനും നേതൃത്വം കൊടുക്കാൻ, ഇന്ത്യയെ നയിക്കാനും ഇന്ത്യയുടെ നിലപാടുകളെ ശക്തിയുക്തം ലോകത്തിന് മുമ്പിൽ അറിയിക്കാൻ, ഇന്ത്യയിലെ ജനകോടികളെ സംരക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന ഇന്ന് ഇന്ത്യയുടെ ആരെയാണ് രക്ഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നേരത്തെ സ്വാഗതത്തിൽ മാഷ് പറയാൻ ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നുന്നു. നാം എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും അമെൻമെന്റ് വരുന്നതോ നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വരുന്നതോ നമ്മുടെ ഭരണഘടനയെ വലുതാക്കുന്നതോ ഏതെങ്കിലും അപകടകരമാണ് എന്ന വാദത്തിനോടല്ല എന്റെ യോജിപ്പ്. ഭരണഘടനയെ കാലാനുസൃതം കാലത്തിന്റെ ആവശ്യമനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് അതേമാതിരി തന്നെ അതിന്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി ഇന്ത്യൻ ഭരണഘടനയിൽ വന്ന ഭേദഗതികൾ മുഴുവൻ ഫെഡറൽ പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കാൻ ഉന്നം വെച്ചതും ഉദ്ദേശിച്ചിട്ടുള്ളതുമായിരുന്നു. ഇന്ത്യയുടെ ഫെഡറൽ പാർലമെന്ററി റിപ്പബ്ലിക്, ശക്തമായ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യം ഒരു രാജ്യമല്ലാതെ പല രാജ്യമായതുകൊണ്ടാണ്. പല രാജ്യങ്ങളെ മാറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നിർവചനത്തിൽ നാനാ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് അത് ഇറ്റിക്കുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അത് ഇറ്റിച്ചു വീഴ്ത്തുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വിവിധ രാജ്യമാണെന്നുള്ള അറിവിൽ നിന്നാണ്. നമ്മുടെ രാജ്യം വിവിധ രാജ്യമാണ് എന്ന അറിവിൽ നിന്നാണ് നമ്മുടെ രാജ്യങ്ങളടങ്ങുന്ന സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള ഗവൺമെന്റുകൾ
ഉണ്ടാക്കാനും അവനെ ഭരിക്കാനുള്ള അവകാശം കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പറയുന്നത്. പ്രതിരോധ വകുപ്പ് പോലെയുള്ള ചില സുപ്രധാനപ്പെട്ട വകുപ്പുകൾ അല്ലെങ്കിൽ അതോടൊപ്പം ഇതിലുള്ള മറ്റു ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ കേന്ദ്രം നിർവഹിക്കുമ്പോഴും സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണാധികാരം ഉണ്ടാകണം. ആ പൂർണ്ണാധികാരത്തിന്റെ മുകളിലുള്ള കടിഞ്ഞാണായിട്ടാണ് യഥാർത്ഥത്തിൽ ഗവർണർ വരുന്നത്. ഒരു കാരണവശാലും ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റുകളുടെ മുകളിൽ ഒരു ഗവർണർ വന്ന് നിയന്ത്രിക്കുക, ഒരു സംസ്ഥാനത്തെ കുറിച്ച് അറിയാത്ത, സംസ്ഥാന ജനങ്ങളുടെ അഭിരുചി അറിയാത്ത, സംസ്ഥാനത്തിന്റെ ആവശ്യകത അറിയാത്ത, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പറിയാത്ത, സാമ്പത്തിക നിലനിൽപ്പിന്റെ തകർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്നറിയാത്ത ചില സംസ്ഥാന ഗവൺമെന്റുകളെ കേന്ദ്ര ഗവൺമെന്റുകൾ ഭീഷണിയുടെ താവളങ്ങളായിക്കൊണ്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അവരെന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെ ഗവർണർമാരുടെ അധികാരം കൊടുത്തതിന്റെ ഭാഗമാണ് 59 കേരള ഗവൺമെന്റ് പിരിച്ചുവിടുന്നത്. അന്ന് EMS ഇന്ത്യയിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചതും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിനെതിരായിട്ടാണ്. നാളെ നിങ്ങളെ എല്ലാം ബാധിക്കുന്ന ഈ അപകടത്തെ ചെറുക്കണമെന്നാണ് സഖാവ് EMS ഈ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടന്ന് പ്രസംഗിച്ചത്. ഇന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് നടന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ വിമോചന സമര കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെ പിരിച്ചുവിടുന്നതിന് താല്പര്യമുള്ള ആളായിരുന്നില്ല. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു AICC പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ചത്ത കുതിരയായ ലീഗും കേരള കോൺഗ്രസ് പോലുള്ള മറ്റു ലീഗും ചില വർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടുപിടിച്ച് ഉന്നത ശീർഷനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലത്തെ ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന്റെ പാപബലം വലുതായിരിക്കും പ്രിയദർശിനി എന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു കൊടുക്കാനായിട്ടല്ല. പക്ഷെ ഒരേ ഒരു മകളായ പ്രിയദർശിനിയുടെ നിർബന്ധത്തിന്റെ മുമ്പിൽ, പഴയ സലോമി രാജകുമാരിയെ പോലെ ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധത്തിന്റെ മുമ്പിൽ മഹാനും പരിണതപ്രജ്ഞനുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് EMSന്റെ ഗവൺമെന്റ് പിരിച്ചുവിടേണ്ടി വന്നു. എന്നാൽ ഇങ്ങനെയുള്ള ചിലതൊഴിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ ഉന്നത മതേതരവാദിയായിരുന്ന, ഉന്നത ജനാധിപത്യവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇന്ത്യൻ ജനാധിപത്യം വളർന്ന് വികസിച്ചത് എന്ന് തർക്കരഹിതമായ സംഗതിയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുന്നതും പ്രത്യേക പദവി കൊടുക്കുന്നതും നാഗാലാൻഡും മിസോറാം പോലെയുള്ള ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾക്കെല്ലാം പ്രത്യേകമായ സൗകര്യങ്ങളും അധികാരങ്ങളും കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഇന്ത്യയുടെ ഭാഗങ്ങൾ വിട്ടിപ്പോകാതിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ജവഹർലാൽ നെഹ്റു എടുത്ത നിലപാട് എത്ര കറക്റ്റായിരുന്നു. ജവഹർലാൽ നെഹ്റു അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. ജമ്മു കാശ്മീരിന്റെ ശരിയായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് 3ൽ 2 ഭാഗം വരുന്ന ജമ്മു കാശ്മീർ പാകിസ്ഥാനിൽ പോകാതെ ഇന്ത്യയിൽ പിടിച്ചുന്നത്. എന്നാൽ ഹിന്ദു ഈസത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ വരേണ്യ താല്പര്യത്തിന്റെ ഭാഗമായി അധികാരമുണ്ടാക്കിയ BJP 925 മുതൽ അമിത ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കും പിന്തുണ കൊടുക്കുന്ന BJP ഇന്ത്യയിൽ 925 വളർന്നു വന്ന സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളെയും വിഭജിക്കാനും ഭിന്നിപ്പിക്കാനും ഉണ്ടാക്കിയ 925 സംഘപരിവാർ RSS അവർ ഈ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ വ്യവസ്ഥയും അംഗീകരിക്കുന്നില്ല. അവരൊരു ഈ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല. മതേതരത്വത്തിന് പറയുന്നത് കപട മതേതരത്വം എന്നാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രഖ്യാപിക്കുന്നതാണ് മതേതരത്വം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയായി സംഘപരിവാറും RSS മാറി. നോക്കൂ നിങ്ങൾ, RSSന്റെ തലവൻ തന്നെ മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വലുതാണെന്നും 18,000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ജീൻ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ജീൻ ഒന്നാണെന്നും പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ പോലും അഭിപ്രായം പറയാനും ആധുനിക യെൽറ്റ്സിനും ആധുനിക ഗോർബച്ചവുമാണ് ഇയാൾ എന്ന് പ്രഖ്യാപിക്കാനും RSS തയ്യാറായി. എന്ന് പറഞ്ഞാൽ RSS എന്ന് പറയുന്നത് കടുത്ത മുസ്ലിം വിരുദ്ധരാണ്, കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധരാണ്, കടുത്ത അതേമാതിരി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, പുരോഗമന വിരുദ്ധരാണ്, ശാസ്ത്ര വിരുദ്ധരാണ്. ഈ സമൂഹത്തിലെ എല്ലാ നേരിനെയും എതിർക്കുന്നവരാണ് എന്നതാണ് സത്യം. ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൊന്നതും സംഘപരിവാറില്ലേ. ഇപ്പൊ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധികനെ കോടതിക്കകത്ത് വെച്ച് പീഡിപ്പിച്ചു കൊന്നതും ഇതേ സംഘപരിവാറില്ലേ. മാവോയിസ്റ്റ് എന്ന മുദ്ര കുത്തിക്കൊണ്ട് ഒരു പാവം 86 വയസ്സുകാരനായ ഒരു പാവത്താനെ കൊന്നത്. അപ്പൊ BJP എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷയും നയിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇന്ത്യയിലെ ഫെഡറലിസത്തിനോടോ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിനോടോ ഇന്ത്യൻ മതേതരത്വത്തിനോടോ അനുകമ്പയോ അനുരണനങ്ങളോ ഇല്ലാത്തവരാണ്. അവർക്ക് എന്ത് ഫെഡറലിസം?
എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും പിരിച്ചുവിടാനുള്ള ഭീഷണിപ്പെടുത്തുക. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുക്കാതിരിക്കുക. 3% ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3%, കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ 3% ബഡ്ജറ്റ് എന്തെങ്കിലും തന്നു? ഈ ആധുനിക സൗകര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുമ്പോ, തീവണ്ടി കൊടുക്കുമ്പോ, തീവണ്ടിയുടെ പാത കൊടുക്കുമ്പോ, തീവണ്ടി കൂട്ടിക്കൊടുക്കുമ്പോ, അതേമാതിരി കോച്ച് ഫാക്ടറി കൊടുക്കുമ്പോ, ആധുനിക വ്യവസായങ്ങൾ കൊടുക്കുമ്പോ, എപ്പോഴെങ്കിലും കേരളം പോലുള്ള സംസ്ഥാനത്തെ എന്തെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? കേരളം തങ്ങൾക്ക് രുചികരമല്ലാത്ത സംസ്ഥാനമായതുകൊണ്ട് ഇനി ഏതെങ്കിലും സംസ്ഥാനത്തെ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ സംസ്ഥാനത്തെ പിടിക്കാൻ അവർക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. എന്നിട്ട് പ്രധാനമന്ത്രി തന്നതാണെന്ന് പറയുക. ഇന്ത്യൻ ഗവൺമെന്റ് തന്നതാണെന്നല്ല, പകരം BJP തന്നതാണെന്ന് പ്രഖ്യാപിക്കുക. 2000 റുപ്യ പെൻഷൻ കൊടുത്താൽ അത് BJP തന്നതാണെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ സംസ്ഥാനങ്ങളെ അരാജകത്വത്തിലേക്ക് എത്തിക്കുവാനും ചില സംസ്ഥാനങ്ങളുടെ ഭരണം പിടിക്കുവാനും, അരാജകത്വത്തിൽ എത്തിച്ചാലും ഭരണം പിടിക്കാനും കഴിയില്ലെന്ന് വന്നാൽ ആ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഫെഡറലിസം എന്ന് പറയുന്നത് മുഴുവൻ തകർന്ന കേന്ദ്രീകൃത ജനാധിപത്യം. ഇന്ത്യൻ പാർലമെന്റിനും ഇന്ത്യൻ രാജ്യസഭയ്ക്കും ഇന്ത്യയിലെ ലോകസഭയ്ക്കും എന്ത് പ്രാധാന്യമുള്ളത്? അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി 10 മിനിറ്റ് കൊണ്ട് എഴുതി വായിച്ചപ്പോഴല്ലേ ഇന്ത്യയിലെ ജമ്മു കാശ്മീർ തെറിച്ചുപോയത്. തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തമിഴ്നാടിനെ 2 സംസ്ഥാനമാക്കി മാറ്റുമെന്നല്ലേ പ്രഖ്യാപിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ലക്ഷദ്വീപ് പോലുള്ള പ്രദേശങ്ങളിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ RSSകാരൻ കാണിക്കുന്ന, RSSകാരന്റെ ലെഫ്റ്റനന്റ് ഗവൺമെന്റ് കാണിക്കുന്ന നിലപാടുകളെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതിരിക്കല്ലേ ഇന്ത്യൻ ഭരണകൂടം. ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ, ഇന്ത്യയിലെ പത്രപ്രവർത്തകർ, ഇന്ത്യയിലെ കലാകാരന്മാർ, ഇന്ത്യയിലെ സാഹിത്യകാരന്മാർ അവരെഴുതിയാൽ, അവർ ക്യാമറ പിടിച്ചാൽ, അവർ അഭിപ്രായം ചോദിച്ചാൽ, അവർ വിമർശിച്ചാൽ അപ്പൊ ജയിലിലാവല്ലേ? അപ്പോ അവരെ NIA അന്വേഷിക്കുന്നു, മാവോയിസ്റ്റാകും. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന മുസ്ലിം ജനസാമാന്യത്തിനോട് കാണിക്കുന്ന അന്യായവും അനീതി എന്ന് പറയുന്നത് ചെറുതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പൗരത്വ ഭേദഗതി ബിൽ. ഇന്ത്യയുടെ ഭരണഘടനയോടോ ഫെഡറലിസത്തിനോടോ ഏതെങ്കിലും തരത്തിലുള്ള അംശാന്ത ബന്ധങ്ങളെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഭരണാധികാരി ചെയ്യുന്നതാണോ ഈ പൗരത്വ ഭേദഗതി ബിൽ? മുസ്ലിം ഒഴികല്ലാത്ത മുഴുവൻ ആൾക്കും ഇന്ത്യയിൽ വരാമതല്ലേ? ഹിന്ദുവിന് വരാം, പാഴ്സിക്ക് വരാം, ജൈനന് വരാം, ക്രിസ്ത്യാനിക്ക് വരാം, പ്രൊട്ടസ്റ്റന്റുകാരന് വരാം, ഓർത്തഡോക്സുകാരന് വരാം, എവിടുന്ന് വരാം, പാകിസ്ഥാനിൽ നിന്ന് വരാം, ബംഗ്ലാദേശിൽ നിന്ന് വരാം, അവർക്കെല്ലാം വരാം. പക്ഷെ ആര് വരാൻ പാടില്ല? മുസൽമാൻ വരാൻ പാടില്ല. മുസൽമാൻ എങ്ങനെ വേണം? 84 ഡിസംബർ മാസം 31 ശേഷമുള്ള മുസൽമാന്മാർ ആരും ഇവിടേക്ക് വരാൻ പാടില്ല. ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 84 ശേഷം ജനിച്ച മുസൽമാനും ഈ ഇന്ത്യയുടെ വിദേശിയായി മാറുകയല്ലേ? അതിനെതിരായി സമരം ചെയ്ത കുട്ടികളെ ആക്രമിച്ചത് എങ്ങനെയാണ്? ആ സമരം ചെയ്ത കുട്ടികളെ മുഴുവൻ തീവ്രവാദികളായി മുദ്ര കുത്തിക്കൊണ്ട് അവരെ പടമെടുത്തവരും അവരുടെ പ്രസ്താവന ഇറക്കിയവരെല്ലാം മാവോയിസ്റ്റുകളായും പാകിസ്ഥാനികളായും മുദ്ര കുത്തിക്കൊണ്ട് എത്ര ക്രൂരമായി വേട്ടയാടാണ് ചെയ്തത്. ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ പരമാധികാരവും എല്ലാം തകർന്ന് തരിപ്പണമായി. അവസാനം നോക്കൂ, ഇന്ത്യയിലെ ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും ഏത് സാധനത്തിന് എന്ത് നികുതി ചുമത്തണം? ഈ ചുമത്തിയ നികുതി എത്ര കാലം ഇവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എത്ര കുറയ്ക്കണം? വീണ്ടും വേറെ ഏതെല്ലാം നികുതി ചുമത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള നികുതി ഘടനയുടെ അതിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളായ സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിലല്ലേ GST കൊണ്ടുവന്നത്. ആ GSTയുടെ ഭാഗമായി ഇനി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് അധികാരമാണ് ഈ നികുതി പിരിക്കുന്നതിനും നികുതി ചുമത്തുന്നതിനുമുള്ളത്? ആ നികുതി എല്ലാം ഞങ്ങൾ പിരിക്കും. ആ ഞങ്ങളിലേക്ക് വരും. ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ സൈക്കിൾ ചവിട്ടുകാരൻ പറയുന്ന പോലെ പരിപാടി ഗംഭീരമാകണം എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അറയിലേക്ക് പണം നല്ലവണ്ണമാകുമ്പോഴാണ് പരിപാടി ഗംഭീരമാകുന്നത്. കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഇന്ത്യയിലെ ടാക്സ് മുഴുവൻ കുത്തി നിറഞ്ഞ് കുമിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേശ്ശെയായി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്. അതിനല്ലേ ഇന്ത്യയിലെ ആരോടും ചോദിക്കാതെ ഭൂരിപക്ഷമുണ്ടെന്ന് പറഞ്ഞ് ഭരണഘടനയിൽ ഭേദഗതി ചെയ്ത് GST എന്ന് പറഞ്ഞ കാടൻ നികുതി കൊണ്ടുവന്നത്. ആ കാടൻ നികുതിയുടെ ഭാഗമല്ലേ ബാബറി മസ്ജിദ് തകർത്തതിന്റെ ഭാഗമായി ഇന്ത്യൻ ജുഡീഷ്യറിയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയത്. ഇങ്ങനെ ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായങ്ങളുടെ മുഴുവൻ കടക്കൽ കത്തിവെക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിർമ്മിതിയെയും അനുവദിച്ചു കൊടുക്കാത്ത, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കടന്നു വരാൻ അവസരം കൊടുക്കാത്ത തരത്തിൽ ഇന്ത്യയിലെ അധിനിവേശ ഹൈന്ദവ രാഷ്ട്രീയം, അധിനിവേശ തീവ്രവാദ ഹൈന്ദവ രാഷ്ട്രീയം
അഴിഞ്ഞാടുകയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ. ഇത്തരം ഒരു ഘട്ടത്തിലാണ് MKR പോലെയുള്ള അതിപ്രഗത്ഭരായ സംസ്ഥാന ട്രഷററായിരുന്ന മഹാമനുഷ്യന്മാരുടെ അനുസ്മരണം നിങ്ങൾ നടത്തുന്നത്. ഫെഡറലിസത്തെയും പരമാധികാരത്തെയും മതേതരത്വത്തെയും കുറിച്ച് പറഞ്ഞാൽ ഇനിയും എത്രയോ നേരം വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മത ഇതരമായതാണ് മതേതര ജനാധിപത്യം എന്ന് പറയുന്നത്. മത ഇതരമായതാണ്, മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് രാഷ്ട്രം. മതനിരപേക്ഷമായതാണ്. മതവും രാഷ്ട്രവും കൂടി അടങ്ങുന്നതാണ് മതനിരപേക്ഷം. മതനിരപേക്ഷമെന്നോ മതേതരത്വമെന്നോ പറഞ്ഞാൽ മതത്തിന്റെ ആധിക്യമെന്നല്ല, മതത്തിന് എന്തും ചെയ്യാമെന്നല്ല, മതത്തിന് ഏത് തൊലിവാസം കാണിക്കാമെന്നല്ല. ഞങ്ങളുടെ പള്ളികളിലെ ക്രിസ്ത്യാനി 5 പ്രസവിച്ചാൽ ഞങ്ങൾ 1500 കൊടുക്കും എന്ന് പറയുന്നത് മതേതരത്വത്തിന് പറ്റിയ അഭിപ്രായ പ്രകടനങ്ങളല്ല. ഈ രാജ്യത്തിന്റെ പൊതുബോധത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതാണ്. ഈ രാജ്യത്തിന്റെ പൊതുബോധം നിയമമല്ല. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയുടെ നിലനിൽപ്പും വളർച്ചയും ജനങ്ങളുടെ വർധനവിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം പൊതുവായ ബോധത്തിൽ ഉണ്ടാക്കിയ പൊതുബോധത്തിന് വെല്ലുവിളിക്കില്ലേ? ഞങ്ങളുടെ ക്രിസ്ത്യാനികളിൽ 5 പ്രസവിക്കുന്നവരുണ്ട്. അത് പാലാ രൂപതയും അതേമാതിരി തന്നെ അപ്പുറത്ത് കിടന്ന പത്തനംതിട്ട രൂപതയുമാണ് പ്രഖ്യാപിച്ചതെങ്കിൽ കേരളത്തെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ മുഴുവൻ നടന്നു വരുന്നതല്ലേ? ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ഇപ്പൊ തന്നെ ഈ പ്രഖ്യാപിക്കപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം 4 കുട്ടികളാകുന്ന എല്ലാ വീട്ടിലും മാമോദിസ മുക്കാൻ വരുന്നത് ബിഷപ്പുമാരല്ലേ? തെറ്റായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തെ കൈകാര്യം ചെയ്താൽ നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്ന സംഘടിത ആക്രമണോത്സുക മതമായ ഹൈന്ദവ വർഗീയത നിങ്ങളെ അഴിഞ്ഞാടും. നോക്കൂ, നിങ്ങൾ ഒരു മതപുരോഹിതനെ തങ്ങൾക്ക് വെറുപ്പ് വന്നപ്പോ സ്റ്റാൻ സ്വാമിയെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ച സംഘപരിവാറിന്റെ അതിവിപുലമായ ഇടപെടൽ നടക്കുന്ന ഒരു രാജ്യത്തിനകത്തല്ലേ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത്? 4 പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം, 5 പ്രസവിച്ചാൽ 1500 റുപ്യ. 1500 റുപ്യാണ് പാല കൊടുക്കുന്നതെങ്കിൽ 2500 റുപ്യാണ് പത്തനംതിട്ട കൊടുക്കുക എന്ന് പറഞ്ഞ പ്രസവിക്കുന്ന അമ്മയ്ക്ക് ആര് പൈസ കൊടുക്കും? സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിക്കാനുള്ള യന്ത്രമാണോ? പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ മതങ്ങളും ഗോത്രങ്ങളും എല്ലാം സ്ത്രീയെ വിലപേശുകയാണ്, സ്ത്രീയെ വെല്ലുവിളിക്കുകയാണ്. എത്ര പ്രസവം? 5 പ്രസവം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എത്ര കാലം മുമ്പ് പ്രസവിക്കണം? 17 വയസ്സിൽ പ്രസവിക്കണോ? അത് 21 വയസ്സിൽ പ്രസവിക്കണോ? നിങ്ങളാണോ തീരുമാനിക്കുന്നത് പ്രസവം എന്ന് പറയുന്നത്? എന്താ മറ്റ് മതങ്ങളിൽ പ്രസവിക്കുന്നവർക്കൊന്നും നിങ്ങൾ പൈസ കൊടുക്കില്ലേ? അങ്ങനെ അർത്ഥം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ക്രിസ്ത്യാനി പ്രസവിച്ചാൽ ഞങ്ങൾ പണം കൊടുക്കും, ഞങ്ങളുടെ മുസ്ലിം പ്രസവിച്ചാൽ ഞങ്ങൾ അതിനുള്ള നിലപാട് സ്വീകരിക്കും, ഞങ്ങളുടെ ഹിന്ദു പ്രസവിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ മതേതര വിരുദ്ധമായ നിലപാടാണ്. മതേതര വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ ഈർക്കിലി കൊണ്ടാണ് മതേതര വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ അവർ തൂമ്പ കൊണ്ടാണ് മതേതര വിരുദ്ധ നിലപാട് സ്വീകരിക്കണമെന്ന് ഓർമ്മ. പത്തനംതിട്ട രൂപതയും അതേമാതിരി തന്നെ പാലാരൂപതയുടെയും ഈ തെറ്റായ നിലപാടുകളെ എതിർക്കുന്ന ആ മതത്തിൽപ്പെട്ട 100 കണക്കിൽ വരുന്ന ചെറുപ്പക്കാർ കടന്നു വരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന്റെ മികവ് എന്ന് പറയുന്നത്. ആ മതത്തിൽപ്പെടുന്ന 100 കണക്കിന് പുതിയ ചെറുപ്പക്കാർ അച്ഛൻ പറയാനും പിതാവ് പറയുമ്പോഴും പ്രസവിക്കാനുള്ളവരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മിടുക്കികളായ പെൺകുട്ടികൾ, TV ചാനലുകളിൽ വന്ന് നന്നായി അഭിപ്രായപ്പെടുന്ന ആളുകൾ, അവർ ആ മതത്തിൽ തന്നെ ആ മതത്തിന്റെ അന്ധതയ്ക്കെതിരായി ആ മതത്തിന്റെ നിലപാടുകൾക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഗുരുദേവന്റെ നാടായ ഈ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകസ്ഥാനമാണിത് എന്ന് പാടിയ ഈ ഗുരുദേവന്റെ നാട്ടിൽ ജോബ് വടക്കുംചേരി വ്യഭിചരിച്ച് ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയെ പണത്തിന്റെയും അധികാരത്തിന്റെയും പുറത്ത് ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് സുപ്രീം കോടതിയിൽ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കുന്നത് പറയുന്ന നിലപാട്. ആ നിലപാടുകളുടെ മുമ്പിൽ ഒന്നുമല്ല കേരളം എന്ന് പറയുന്നത് എല്ലാവരും ഓർത്തോളും. കേരളം അതിന്റെ ഒന്നും പുറകിലല്ല. ഇത്തരം നിലപാടുകളാണ് മതേതര ജനാധിപത്യ പരമാധികാര ഫെഡറൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്ത്യൻ സമുച്ചയത്തിന്റെ ഇന്ത്യൻ സാമൂഹ്യ ബോധത്തിന്റെ കടക്കൽ കത്തി വെച്ച് ഇന്ത്യയിൽ ഹൈന്ദവ വർഗീയ ഫാസിസത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടി ശില്പകൗമാര കൗതുകങ്ങൾ ഒരുക്കുന്ന സംഘപരിവാറിന് അനുഗുണവും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം തെറ്റായ നിലപാടുകളിൽ നിന്നും മാറി മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കാൻ മതന്യൂനപക്ഷ രാഷ്ട്രീയം ചെയ്യണം.
തങ്ങളുടെ സ്കോളർഷിപ്പിന് നഷ്ടം വന്നില്ലെങ്കിലും, തങ്ങൾക്കൊരു കുഴപ്പം വന്നില്ലെങ്കിലും പാലൊളി കമ്മീഷന്റെ ഭാഗമായി ഏതെങ്കിലും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് പാടില്ല എന്ന് പറയുന്ന ലീഗ്, ഇതെല്ലാം വർഗീയതയുടെ മേൽച്ചുമരിന്റെ മുകളിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സഖാവ് MKR പോലെയുള്ള ആളുകൾ കെട്ടിപ്പടുത്ത മഹത്തായ KSTA പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാനും അജ്ഞതയും തോന്നിവാസങ്ങളും വിവരദോഷങ്ങളും ആര് വിളമ്പിയാലും അതെല്ലാം തെറ്റാണെന്ന് ഉറക്കെ പറയാൻ ശ്രമിക്കുന്ന തുറിച്ചു നോട്ടമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുക, ഗൗരവത്തോടെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മതങ്ങളുടെയും തോന്നിവാസങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കാതെ ഈ രാജ്യത്തിന്റെ മതേതര ഫെഡറൽ സമ്പ്രദായത്തിൽ നിലനിർത്തുവാൻ ആവശ്യമായ പോരാട്ടങ്ങളുടെ ഒരു പ്രത്യേക കാലമാണ് ഈ കാലം. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ കോവിഡ് പാവപ്പെട്ടവരെയും പണക്കാരെയും എന്നെല്ലാം ബാധിക്കുന്നു. പക്ഷേ പണക്കാരുടെ കാര്യം മാത്രമേ കോവിഡിന്റെ ഇടയിലും വർത്തമാനമായിട്ട് വരുന്നുള്ളൂ. എത്യോപ്യയിൽ, സോമാലിയയിൽ, ദക്ഷിണാഫ്രിക്കയിൽ, ആദിവാസി കേന്ദ്രങ്ങളിൽ, ദളിത് കേന്ദ്രങ്ങളിൽ ചത്തൊടുങ്ങുന്നവന്റെ എണ്ണം, ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് പരിശോധിച്ചത്, ലബോറട്ടറി TTRമാർ പരിശോധിക്കുന്നത്, അതിന്റെ ഭാഗമായി ഡോക്ടർ, നേഴ്സ്, അതിന്റെ ആവശ്യമായ ആശുപത്രി കെട്ടിടങ്ങൾ, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. എന്തൊരു ഗതികേടാണ് നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും. ഈ പാവങ്ങളെ ആര് രക്ഷിക്കാൻ? അവരെ രക്ഷിക്കാൻ അതിന് ഏത് രക്ഷകനാണ് ഉയർന്നു വരുന്നത്? അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കോവിഡിന്റെ വിനാശകരമായ ദുരന്തത്തിന്റെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ ഓൺലൈനിലൂടെ നമുക്ക് പ്രസംഗിക്കേണ്ടി വന്നു എന്നുള്ള ഈ ദുരന്തമയമായ ദുര്യോഗത്തിന്റെ ഇടയിൽ സഖാവ് MKR അനുസ്മരണം, ഫെഡറലിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അനുസ്മരണത്തെ സ്നേഹപുരസ്സരം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.